ഹലോ മക്കളെ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എജുപോഡ്. നിങ്ങളുടെ അവസ്ഥ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പിടിച്ചതിനും വലുതാണല്ലോ അളയിൽ. അതായത് പാമ്പിനെ പിടിക്കാൻ വേണ്ടി ചെന്നപ്പം അതിനും വലുത് അതിൻ്റെ മാളത്തിലുണ്ടായിരുന്നു എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഏകദേശം എങ്ങനെയായിരിക്കും? അതായത് മൈക്രോ പഠിച്ചപ്പോൾ നിങ്ങൾ എഴുതി ഇതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള സംഗതി അല്ലേ? എന്നാൽ മാക്രോക്ക് എത്തിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഇതിലേറെ സുഖം മൈക്രോ ആയിരുന്നു, ഞങ്ങളുടെയൊക്കെ മൈക്രോ എന്തൊരു രസമായിരുന്നു പഠിക്കാനത്. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരുന്നാലും കുഴപ്പമില്ല. ഞാൻ ഒരൊറ്റ കാര്യം പറയാൻ വേണ്ടി മാത്രം വന്നത്, നിങ്ങളുടെ ക്രിസ്മസ് പരീക്ഷ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. നിങ്ങളുടെ ഡിസംബറിലായിരിക്കും എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ പ്ലസ് ടുവിൻ്റെ ഈ പറഞ്ഞ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി എന്തൊക്കെയാണ് ഇനി ചെയ്യേണ്ടത്? ഞാനിത് മോട്ടിവേഷൻ പറയാൻ വേണ്ടി ഒന്നും കേട്ടോ, കാരണം അത് ചെയ്യാൻ വേറെ ഒരുപാട് പേരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ കാര്യം പറയാൻ വന്ന വേറെ ഒന്നുമല്ല, നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് വെച്ച് നമ്മൾ തുടങ്ങുകയാണ്. ഈ വീഡിയോ കാണുന്ന അന്ന് മുതൽ ഇനി ബാക്കിയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നത് കംപ്ലീറ്റ് എന്തായിരിക്കും? നമ്മൾ ഈ പറയുന്ന പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട കണ്ടന്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളിതിന് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എജുപോഡിൻ്റെ ഈ ചാനലിൽ പ്ലസ് വണ്ണിൻ്റെ അല്ല പ്ലസ് ടുവിൻ്റെ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിലാണ് നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ ചാനൽ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക, അതിലെ അപ്ഡേഷൻസ് കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. നമ്മളെപ്പോഴും പറയുന്ന കാര്യം എടുത്തിട്ടുള്ളൂ, പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പഠിപ്പിക്കാൻ എജുപോഡും ടീച്ചേഴ്സ് എല്ലാവരും തയ്യാറാണെന്ന് പറഞ്ഞ് മക്കളെ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകട്ടോ. സംഗതി ഇത്രയുള്ളൂ. ക്രിസ്മസ് പരീക്ഷയ്ക്ക് നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്കറിയാം മൈക്രോ എക്കണോമിക്സ് അല്ലേ? നിങ്ങൾ ഫസ്റ്റ് പഠിക്കേണ്ട മൈക്രോ എക്കണോമിക്സ് ആണ്. ഈ പറയുന്ന മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ വിശ്വാസത്തിൽ ഉണ്ടായിരുന്ന സംഗതി എന്ന് പറഞ്ഞാൽ മൈക്രോ എന്തൊരു സുഖമാണ് പഠിക്കാൻ. യെസ്, സുഖമാണ്. ഏത് വെച്ച് നോക്കുമ്പോൾ മാക്രോനെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ മൈക്രോയിൽ നിങ്ങൾ പഠിക്കേണ്ടത് മൈക്രോയുടെ അവസാനത്തെ 2 ചാപ്റ്റർ ആയിട്ടുള്ള ഒന്നിൻ്റെ പേര് 4ാമത്തെ ചാപ്റ്ററാണ്, ദ തിയറി ഓഫ് ദ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. വലിയ ചാപ്റ്ററാണ്, വലിയ പേരുമാണ്. മെയിനായിട്ട് ഇതിൻ്റെ കണ്ടന്റ് എന്താ? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നത് നമ്മൾ പഠിക്കുകയാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഒരാളും കൂടി ഇവിടെ പഠിക്കുന്നുണ്ട്. അതാരും അധികം ശ്രദ്ധിക്കാറില്ല, സപ്ലൈ എന്നാണ് നമ്മൾ പറയാറില്ല. ഓക്കെ, അപ്പോൾ സപ്ലൈയുടെ കണ്ടന്റ് കൂടി നമ്മൾ എവിടെ പഠിക്കുക? ഇവിടെ തന്നെയാണ് പഠിക്കുക. എൻ്റെ മക്കൾ ഇത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഇനി അടുത്ത കാര്യം, ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ നമ്മൾ എന്താ പഠിക്കുന്നത്? വളരെ സിമ്പിളാണ്. ലോകത്ത് ഇന്ന് വരെ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു മാർക്കറ്റ്, അല്ലെങ്കിൽ എല്ലാവർക്കും നന്നായിട്ട് മുന്നോട്ട് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു മാർക്കറ്റ്, ആ മാർക്കറ്റിനെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാലും. അപ്പോൾ അവിടെയുള്ള ഫേമുകൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ അവിടുത്തെ ഉൽപ്പാദക യൂണിറ്റുകളും വ്യക്തികളൊക്കെ എങ്ങനെയാണ് പെരുമാറുക, അവരുടെ പെരുമാറ്റങ്ങളൊക്കെ എങ്ങനെയായിരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ എക്കണോമിക് ടേംസിനാണ് നമ്മളിവിടെ പഠിക്കുന്നത്. പിന്നെ നമ്മളവിടെ എക്സ്ട്രാ പഠിച്ചത് ഞാനിവിടെ പറഞ്ഞു വെച്ചു, സപ്ലൈ, അല്ലെങ്കിൽ നമ്മൾ പറയും പ്രധാനം എന്ന് മലയാളത്തിൽ പറയില്ലേ. അപ്പോൾ ഈ പറഞ്ഞ പ്രധാനം അല്ലെങ്കിൽ സപ്ലൈ, ഇതിനെക്കുറിച്ചാണ് അവിടെ പഠിക്കേണ്ടത്. ഇനി അടുത്തത് മൈക്രോ തന്നെ നമുക്ക് എന്ത് പഠിക്കാനുണ്ട്? ഈ പറയുന്ന മാർക്കറ്റ് ഇക്വിലിബ്രിയം പഠിക്കാനുണ്ട്. നമ്മൾ മലയാളത്തിൽ പറയുന്നവരാണ് കമ്പോള സന്തുലിതാവസ്ഥ എന്ന് പറയും. ഈ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന ഫേംസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ഹൗസ് ഹോൾഡിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ഡിമാൻഡിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, സപ്ലൈനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഇവരെല്ലാം കൂടി ചേർന്ന് വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മാർക്കറ്റ് എങ്ങനെയാണ് സന്തുലിതാവസ്ഥ എത്തുക എന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്, പക്ഷേ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, മൈക്രോയിൽ അവസാനത്തെ ഈ 2 ചാപ്റ്ററും അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഒരുപാട് കണ്ടൻസ് അതിന് പഠിക്കാനുണ്ട്. ഓക്കെ, ഇനി ഈ പറഞ്ഞിരിക്കുന്ന പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മലയാളമാണ്. പൂർണ്ണ മത്സര കമ്പോളം എന്ന് പറയും, അല്ലെങ്കിൽ പൂർണ്ണകിട മത്സര കമ്പോളം എന്ന് പറയും. എങ്ങനെ പറഞ്ഞാലും പൂർണ്ണ മത്സരം എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഏത് പേരായാലും നിങ്ങൾ ഇനി അഥവാ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻ മലയാളത്തിലോ ഇംഗ്ലീഷിലോ നിങ്ങൾ തോന്നുകയാണെങ്കിൽ നിങ്ങൾ അപ്പം ചെയ്യേണ്ട കാര്യം ഞാൻ എപ്പോഴും പറഞ്ഞു തരുന്ന പോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്തായിരിക്കും? 2 ഭാഷയിലുണ്ടായിരിക്കും അല്ലേ? ഇതുവരെ ഉള്ളതുപോലെയല്ല, ഇംഗ്ലീഷ് ഇവിടെ ഉണ്ടാവും, അതുപോലെ തന്നെ മലയാളം ഇവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഓണപ്പരീക്ഷ പോലെ വിചാരിക്കരുത്. ഓണപ്പരീക്ഷ എവിടെന്നെങ്കിലും കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പർ, പക്ഷേ നിങ്ങളുടെ ക്രിസ്മസ് പരീക്ഷ എന്ന് പറയുന്നത് ഗവൺമെൻറ് തരുന്ന പേപ്പറാണ്. അതിലെ പരീക്ഷ ബേസ് ചെയ്തിട്ട് തന്നെ പഠിച്ചോ. നല്ല പോലെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് എക്സാം ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി പറഞ്ഞത്. ഇനി രണ്ടാമത്തത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 2ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് നോക്കിക്കോളൂ. ഈ പറഞ്ഞ രണ്ടാമത്തെ ചാപ്റ്ററിൽ 2ാമത്തെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് മാക്രോ എക്കണോമിക്സ് ആണ്. നമ്മൾ മലയാളത്തിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്നൊക്കെ പറയും. ഓക്കെ, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം, നേരത്തെ സൂക്ഷ്മ, ജസ്റ്റ് നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ടാണ് ഞാനിതൊന്നും പറയാതെ, കാരണം എൻ്റെ കുട്ടികളെ ഞാൻ കുറച്ച് കാണാൻ പാടില്ലല്ലോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാം, ഈ പറഞ്ഞ മാക്രോയിൽ നിങ്ങൾക്ക് 4 ചാപ്റ്റർ പഠിക്കാനുണ്ട്. എനിക്ക് ഇതുവരെ മനസ്സിലാക്കാത്ത കാര്യം, ഈ പറയുന്ന ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് നടന്നിരുന്ന ഓണം എക്സാം അല്ലെങ്കിൽ ഫസ്റ്റ് ടേമിൻ്റെ എക്സാം കഴിഞ്ഞ് പിന്നെ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഈ 3 മാസം കൊണ്ട്, ഓക്കെ, അതായത് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഈ 3 മാസം കഴിഞ്ഞ ശേഷം ഡിസംബറിൽ നിങ്ങളുടെ സെക്കൻഡ് ടേം നടക്കുമ്പോഴേക്ക് നിങ്ങൾ പഠിക്കേണ്ടത് 6 ചാപ്റ്റേഴ്സാണ്. നിങ്ങൾക്ക് ആകെ പഠിക്കാനുള്ളത് 11 ചാപ്റ്റേഴ്സ്. നിങ്ങൾ 6 ചാപ്റ്റേഴ്സ് ഈ 3 മാസം കൊണ്ട് പഠിക്കണം. നമുക്ക് ആകെ സ്കൂളുള്ളത് 10 മാസം അല്ലേ? അപ്പോൾ ഈ 10 മാസത്തിലെ 3 മാസം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന പാഠപുസ്തകത്തിൻ്റെ പകുതിയോളം പഠിക്കണം എന്ന് പറഞ്ഞത് എനിക്കിപ്പോഴും മനസ്സിലാകാതെ ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന് ഇതിപ്പോഴും മനസ്സിലാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഒരു പക്ഷേ നമുക്ക് ഈ പറഞ്ഞ 4th ചാപ്റ്റർ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ 3rd ചാപ്റ്റർ കട്ട് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, പക്ഷേ നമ്മുടെ നിർഭാഗ്യവശാലോ അല്ലെങ്കിൽ നമ്മുടെ ഭാഗ്യം കൊണ്ടോ എന്തായിരുന്നാലും നമുക്ക് 4 ചാപ്റ്റർ മാക്രോയിലും മൈക്രോയിലും 2 ചാപ്റ്ററും, അങ്ങനെ ആകെ മൊത്തം 6 ചാപ്റ്റർ പഠിക്കാനുണ്ട്. പക്ഷെ പേടിക്കണ്ട, കാരണം എപ്പോഴും ഞാൻ പറയുന്ന പോലെ നിങ്ങൾ പേടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ നമുക്ക് നേരെ ഉണ്ടാവുള്ളൂ. പേടിക്കണ്ട, കൂടെ നിന്നാൽ മതി.
കട്ടക്ക് കൂടെ നിന്ന് പഠിച്ചു പോയിക്കോ, നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം മാക്രോ നിങ്ങൾ പഠിക്കുന്ന ഫസ്റ്റ് ചാപ്റ്ററാണ്, സിമ്പിൾ ചാപ്റ്ററാണ്. മാക്രോ എക്കണോമിക്സ് എന്താണെന്ന് നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു ചാപ്റ്റർ, അല്ലെങ്കിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന് ഒരാമുഖം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്, ഈസിയാണ് പഠിക്കാൻ. ഓക്കെ, രണ്ടാമത്തെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ക്ഷ ണ അങ്ങനെ ഏതെങ്കിലുമൊക്കെ അക്ഷരം മൂക്കൊണ്ട് എഴുതുക എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ ചാപ്റ്റർ ആയിരിക്കും. കാരണം അവിടെ ഒരുപാട് ഇക്വേഷൻസ്, അഥവാ ഈ ദേശീയ വരുമാനം കണക്കാക്കാനുള്ള ഇക്വേഷൻസ്, നാഷണൽ ഇൻകം ഐഡൻറ്റിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഭാഗങ്ങൾ, GDP, GMP, MP, FC, NP എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നുണ്ടാവും. ഇതൊക്കെ കേട്ട് കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. പേടിക്കണ്ട, നമുക്കത് പഠിക്കാം, ഈസി ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ദേശീയ വരുമാനം കണക്കാക്കലാണ് രണ്ടാമത്തെ ചാപ്റ്റർ വരുന്നത്. ഇനി നമുക്ക് വരുന്നത് മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞത് മണി ആൻഡ് ബാങ്കിങ്. വലിയ കുഴപ്പം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവില്ല, കാരണം എന്ന് പറഞ്ഞാൽ അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഒരു വലിയ പ്രശ്നമുണ്ട്. അതായത് ഇവിടെ കാൽക്കുലേഷൻസ് ചോദിക്കും. നമുക്ക് 4 മാർക്കിൻ്റെ ചോദ്യം കാൽക്കുലേഷൻസ് ചോദിക്കാറുണ്ട്. പക്ഷേ ഭൂരിഭാഗം പേരും എന്ത് ചെയ്യും, അത് സ്കിപ്പ് ചെയ്യും. കാരണം എന്താ, ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ്. പേടിക്കേണ്ട, അത് നമുക്ക് പഠിക്കാം. ദെൻ ലാസ്റ്റ് 4ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇത് നിങ്ങളെ കുറച്ച് മൂക്കൊണ്ട് ഷണ്ണ വരക്കുന്ന ചാപ്റ്ററാണ്. അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ +2 പഠിക്കുന്നതിന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുത്താവുന്ന ചാപ്റ്ററുകൾ എന്ന് പറഞ്ഞാൽ ഈ 2 ചാപ്റ്ററുകളാണ്. ഇനി അടുത്ത കാര്യം, ഏതൊക്കെയാണ് എസ് എ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാം, ഈ പറയുന്ന 4ാമത്തെ ചാപ്റ്റർ ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, എസ് എ ക്വസ്റ്റ്യൻസ് വരാം. മൈക്രോയിലെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ, അല്ലെങ്കിൽ പൂർണ്ണ മത്സര കമ്പോളത്തിൽ നിന്ന് എസ് എ ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. ആൻഡ് മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ ഇവിടെ നിന്ന് എന്ത് വരിക, ഷോർട്ട് എസ് എ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നിന്ന് വരിക. ഷോർട്ട് എസ് എ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നിന്ന് വരാം. ആൻഡ് ദെൻ ഈ പറഞ്ഞിരിക്കുന്ന മൈക്രോ എക്കണോമിക്സ് അല്ല, മാക്രോയുടെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ഉണ്ടല്ലോ, അവിടെ നിങ്ങൾക്ക് വളരെ ഒരു ഷോർട്ട് എസ് എ വരാൻ മാത്രമേ ചാൻസ് ഉള്ളൂ. ചെറിയൊരു 4 മാർക്കിൻ്റെ ഒക്കെ ചോദ്യം വരാനേ ചാൻസ് ഉള്ളൂ, അല്ലെങ്കിൽ 3 മാർക്ക് + 1 മാർക്ക് എന്ന രീതി. എന്നാൽ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്താണ്, ഇത് നിങ്ങൾക്ക് എസ് എ ചാപ്റ്ററാണ്. എസ് എ ക്വസ്റ്റ്യൻ വരുന്ന ചാപ്റ്ററാണെന്ന് പഠിക്കുക. ഇത് എസ് എ ക്വസ്റ്റ്യൻ വരുന്ന ചാപ്റ്ററാണ്. ആൻഡ് മണി ആൻഡ് ബാങ്കിങ് എന്ത് ചെയ്യാം, ഇതിൽ നിന്നും നിങ്ങൾക്ക് എസ് എ ക്വസ്റ്റ്യൻസ് വരാം. അതെങ്ങനെ സാറേ അതിൽ നിന്ന് എസ് എ ക്വസ്റ്റ്യൻ വരാമെന്ന് വെച്ചാൽ, നിങ്ങൾ മനസ്സിലാക്കാം, മണി ആൻഡ് ബാങ്കിങ് മെയിനായിട്ട് നിങ്ങൾ പഠിക്കുന്ന RBI കുറിച്ച് പഠിക്കുന്നുണ്ട്. RBIയുടെ മോണിറ്ററി പോളിസി വെച്ചിട്ട് എന്ത് ചെയ്യാം, എസ് എ ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ RBIയുടെ പണനയം വെച്ചിട്ട് എന്ത് ചെയ്യാം, എസ് എ ക്വസ്റ്റ്യൻ വരാം. ആൻഡ് ലാസ്റ്റ് വൺ, ഇൻകം ഡിറ്റർമിനേഷൻ. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട ഒരു ഷോർട്ട് എസ് എ മാത്രമേ ഇവിടെ നിന്ന് അങ്ങനെ ചോദിക്കാറുള്ളൂ, എസ് എ ക്വസ്റ്റ്യൻ വരില്ല. അപ്പോൾ എസ് എ വരുന്ന ചാപ്റ്റേഴ്സ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നോക്കിക്കോളൂ. ഒന്ന് നമ്മുടെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, രണ്ടാമതായിട്ട് വരുന്നത് മണി ആൻഡ് ബാങ്കിങ്, മൂന്നാമതായിട്ട് നമുക്ക് വരുന്നത് ഈ പറയുന്ന പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ചാപ്റ്ററുകൾ കൃത്യമായിട്ട് എൻ്റെ മക്കളെ എന്ത് വൃത്തിയായിട്ട് പഠിച്ചേക്കണം. കാരണം എസ് എ ക്വസ്റ്റ്യൻ വരുന്ന ചാപ്റ്റേഴ്സാണ് വളരെ നല്ല മാർക്ക് സ്കോർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ പറഞ്ഞ കണ്ടൻറ്റുകളെല്ലാം ഇതൊക്കെ എവിടെ നിന്ന് കിട്ടും കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം, വേറെ എവിടെയല്ല മക്കളെ. ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് സെപ്പറേറ്റ് ഒരു യൂട്യൂബിൽ എന്നല്ല പറഞ്ഞ് സെപ്പറേറ്റ് നിങ്ങൾക്ക് ഒരു സ്റ്റഡി ഗ്രൂപ്പ് തുടങ്ങുന്നുണ്ട്. അത് +2 ക്രിസ്മസ് എക്സാമിന് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങളുടെ എക്കണോമിക്സും അതേപോലെ എല്ലാ സബ്ജക്റ്റായിട്ട് ബന്ധപ്പെടുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ സ്റ്റഡി ഗ്രൂപ്പ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഡെയിലി സ്റ്റഡി പ്ലാൻ. ഈ ഡെയിലി സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞാൽ തരോ, ഇപ്പോൾ നിങ്ങൾ പഠിക്കാം, എല്ലാ കാര്യം തീരുമാനിച്ചു, പഠിക്കാനൊക്കെ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ ഒരു ദിവസം നിങ്ങൾക്ക് തോന്നിയതുപോലെ ഇങ്ങനെ പഠിച്ചോട്ട് കാര്യമില്ല, പരീക്ഷയ്ക്ക് നമുക്ക് നല്ല പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഓരോ ദിവസം എന്തൊക്കെ എങ്ങനെയൊക്കെ കൃത്യമായിട്ട് പഠിക്കണമെന്ന് കൃത്യമായിട്ട് ടൈം ടേബിൾ വെച്ചിട്ട് നമ്മൾ സ്റ്റഡി പ്ലാൻ വെച്ചിട്ടായിരിക്കും പഠിച്ചു പോകുന്നുണ്ടാവുക. അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുന്ന നോട്ടുകൾ, അത് വെറുതെ കുറേ വാരി വലിച്ചൊന്നുമല്ല, കൃത്യമായിട്ട് കണ്ടൻറ്റുകൾ മാത്രം ഓറിയൻറ്റഡ് ആയിട്ടുള്ള നോട്ടുകൾ നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും. ദെൻ അതിന് പുറമേ ആയിട്ട് മൈക്രോ ബിറ്റുകൾ, കോപ്പി അടിക്കാനുള്ള സംഭവം അല്ലത്. മൈക്രോ ബിറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചു കഴിയുമ്പോഴും നമുക്കതിനെ റിവിഷൻ ചെയ്യാൻ വേണ്ടി മാത്രം ചെറിയ പോയിന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് മൈക്രോ ബിറ്റ് എന്ന് പറഞ്ഞാൽ. അല്ലാതെ എഡ്യൂപോർട്ട് ഒരിക്കലും പ്രത്യേകിച്ച് എക്കണോമിക്സിൽ ഒരിക്കലും എന്ത് ചെയ്യാറില്ല, കോപ്പി അടി പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടി നമുക്ക് പണ്ടേ ഇല്ല, ഇനി അങ്ങോട്ട് പോകാനും ഇല്ല. ഓക്കെ, നമ്മൾ അങ്ങോട്ട് പോവുകയില്ല, നമുക്ക് ആ ഒരു ഭാഗം വേണ്ട. പഠിച്ച് കിട്ടുന്ന മാർക്കാണ് നമുക്ക് അന്തസ്സ് മതി, അല്ലേ? അന്തസ്സോട് കൂടി നമ്മൾ വാങ്ങുന്ന മാർക്കേ നമുക്ക് ഉണ്ടാവുള്ളൂ. ആൻഡ് ലാസ്റ്റ് വൺ, ഈ പറഞ്ഞ ലൈവുകളുടെ ഒക്കെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 4 ആൾക്കാരെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ആകെ ഒരു വഴിയുള്ളൂ. അതേതാണ് ആ വഴി? വേറെ ഒന്നല്ല, എഡ്യൂപോർട്ടിൻ്റെ +2 സ്റ്റഡി ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ മക്കൾ ഇത്രയും കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കാനൊക്കെ തയ്യാറാണ് മക്കളെ. ഞാൻ പറഞ്ഞു, ഇവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, യൂട്യൂബിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ മറക്കണ്ട, എഡ്യൂപോർട്ടിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മൾ മാത്രം പഠിച്ചാൽ പോരാ, നമ്മുടെ ഫ്രണ്ട്സും, അല്ലേ? കാരണം നമ്മുടെ കൂടെ എല്ലാത്തിനും ഉണ്ടായിരുന്ന ആൾക്കാരാണ് അവർ. അപ്പോൾ നമ്മൾ മാത്രം പഠിച്ച പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങുക എന്നത് ഒരു കുറച്ച് മോശമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ അവരുടെ കൂടെയും കൂടി പഠിക്കുക, അവരും കൂടി പഠിക്കട്ടെ, എല്ലാവർക്കും മാർക്ക് കിട്ടട്ടെ, നല്ല പോലെ എല്ലാവർക്കും പഠിക്കാൻ പറ്റട്ടെ. അതായിരിക്കണം നമ്മുടെ മൈൻഡിലുണ്ടാകും. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ സെൽഫിഷ് ആകാൻ പാടില്ല. പരീക്ഷകളെ നിങ്ങൾ സെൽഫിഷായിട്ട് ഒറ്റ എഴുതിക്കോ, കുഴപ്പമില്ല. പക്ഷേ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഒന്നിച്ചിരുന്ന്, അല്ലെങ്കിൽ ഒന്നിച്ചെന്നെല്ലാം ഷെയർ ചെയ്തുകൊണ്ട് പഠിക്കുക. നന്നായിട്ട് പഠിക്കാൻ എല്ലാവർക്കും കൊണ്ട് സാധിക്കട്ടെ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവരുടെയും മുമ്പിലേക്ക് വീണ്ടും വരുമെന്ന് വിശ്വാസത്തിൽ തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എഡ്യൂപോർട്ട്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.